നിമിഷ സഞ്ജയ് ഒരു നടി സുരേഷ് ഗോപിക്കെതിരെ ഇലക്ഷൻ ക്യാമ്പയിൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സൈബർ അറ്റാക്ക് ഉണ്ട് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് എഴുതി കുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് വാട്സപ്പ് മെസ്സഞ്ചർ വഴിയൊക്കെ ഈ സാധനം വരുന്നുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ ഫാൻസ് എന്ന് പറയുമ്പോൾ, അല്ലെ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവരെന്ന് പറയുമ്പോൾ അവർ പ്രത്യേകതരം ആൾക്കാർ തന്നെയാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ. പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഒരു അഹങ്കാരമുള്ളതുപോലെ തോന്നും പാർട്ടിക്കാർക്കൊക്കെ. അത് കഴിയുമ്പോൾ അവൻ അങ്ങനെ കളിച്ചാൽ പറ്റത്തില്ല, അവനെ നമുക്ക് താഴെ ഇറക്കണമെന്ന് പറഞ്ഞാൽ അടുത്തതിനെ കൊണ്ടുവരും. ഇത് സാധാരണക്കാർ ചെയ്യുന്നൊരു മണ്ടത്തരം. എന്നിട്ട് അത് കഴിയുമ്പോൾ തന്നെ പറയും ഇത് ശരിയല്ല, ഇവന്മാർക്ക് അഹങ്കാരമായിരുന്നു വേറെ. അതാണ് ഇവിടുത്തെ ഇതുവരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിക്കാനുള്ള കാരണം. ഈ പ്രാവശ്യം നിവർത്തികേട് കൊണ്ടും കോൺഗ്രസിൻ്റെ കയ്യിൽ വേണ്ടത്ര സ്ഥാനാർത്ഥികളോ കൊള്ളാവുന്ന പരിപാടികളോ ഇല്ലാഞ്ഞതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും ഭരണത്തിൽ വന്നു. അതിനിടയിൽ സുരേഷ് ഗോപിക്കെതിരെ ഒരു കാര്യം പറയാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നവന്മാരെല്ലാം ഈ സുരേഷ് ഗോപി ഫാൻസ് മണ്ടന്മാരായിരിക്കും. അല്ലാത്തവർക്ക് ആർക്കും ഈ സുരേഷ് ഗോപി ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്ര ഇപ്പോൾ കളികളാണ് പുള്ളിയുടെ ഇരിക്കുന്നത്. ജയിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പ്രജകളാക്കുകയും ദൈവങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് തലയ്ക്കകത്തൊക്കെ. അപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ ഒരു ഇലക്ഷനൊക്കെ നിർത്തുന്നത് തന്നെ വലിയ മണ്ടത്തരം. അത് കഴിഞ്ഞാൽ ഇലക്ഷൻ നിന്നിട്ട് അയാൾ ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേടെന്ന് പറയുന്നത് സ്വയം മനസ്സിലാക്കാൻ പറ്റാത്തവർ കിടന്നുള്ള ആഘോഷമായി കാണുന്നത്. അതവർക്കൊരിക്കലും പിടികിട്ടത്തില്ല. അവർക്ക് എന്താ നടന്നത് വല്ലാത്തവരെ മനുഷ്യരെ ഇതൊക്കെ ചെയ്യത്തുള്ളൂ. അതിനിടയ്ക്ക് ഈ നടിയെ കയറി എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതിനകത്ത് വേറെ സപ്പോർട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവരെ ആ നടിയടക്കം ചുറ്റും കണ്ടു നിൽക്കുന്നവരെല്ലാം അത് ഇഗ്നോർ ചെയ്താൽ മതി. അതിനെപ്പറ്റി സംസാരിക്കുകയേ ചെയ്യരുത്. കാരണം അതിനുള്ള യോഗ്യത പോലും അവർക്കില്ല. ശരിക്കും പറഞ്ഞാൽ നിമിഷ സഞ്ജയ്ക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് വല്ലതും പറഞ്ഞു. നിമിഷ സഞ്ജയ് അത് ഒറ്റയ്ക്ക് നേരിടുന്ന അതിന് പോലും ഉള്ളതില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഫാൻസ് എന്ന് പറയുന്ന മണ്ടന്മാരോ അല്ല ഈ പറഞ്ഞ സുരേഷ് ഗോപിയുടെ പുറകെ കൂടിയേക്കുന്നവന്മാരോ വിവരം കെട്ടവന്മാരായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട. പിന്നെ അവിടെ ഇവിടേക്ക് ഇരുന്നുകൊണ്ടൊരു മൊബൈൽ കിട്ടി, ഇപ്പുറത്ത് മറ്റേ പെൻഷൻ കിട്ടിയില്ല, തരാമെന്ന് വാഗ്ദാനം കൊടുത്തു, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ നമ്പറുകൾ കാണിക്കുമ്പോൾ ഗിമ്മിക്സ് കണ്ടിട്ട് ഇപ്പോൾ തമിഴ്നാട് പോലെയൊക്കെ ആയേക്കുക. ടി വി ഒക്കെ മേടിച്ച് കൊടുത്താൽ വോട്ട് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ. അപ്പോൾ അവിടെ ചെന്ന് ഈ തൃശ്ശൂരിൽ നിന്ന് ചെന്നിറങ്ങി കുറച്ച് പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഉടനെ ഈ നാട് മൊത്തം അങ്ങ് നന്നാക്കാൻ പോകുന്ന സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞാലോ ഭയങ്കര സംഭവമായിരിക്കും അത്. കേരളം നല്ല ലോകം മുഴുവൻ സുരേഷ് ഗോപിയെ ഒന്ന് പരിഗണിക്കും അങ്ങനെയാണെങ്കിൽ. ഇത് ചുമ്മാ ഇലക്ഷൻ സമയത്ത് ഓരോ കച്ചറകളൊക്കെ കാണിച്ചിട്ടാണ് എല്ലാ പാർട്ടികളും എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ വിജയിച്ച സ്ഥാനാർത്ഥികളുടെയും കയ്യിലിരിക്കുന്ന നമ്പറുകൾ ചിലതൊക്കെ ഫലിക്കും, ചിലത് ഫലിക്കത്തില്ല. അല്ലാതെ ഇവിടെ വലിയ സംഭവമൊന്നും മറിച്ചിട്ടൊന്നും അല്ല പലരും കയറുന്നത്. ഇപ്പോൾ ഈ നാട്ടിലെ റോഡൊക്കെ വളരെ ഭംഗിയാന്നേ. വേറെ ഒരുപാട് ഗവൺമെൻറ് ആശുപത്രികളും എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഏത് ഭരിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം വളരെ രസകരമായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അഴിമതിയും കുറച്ചൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ കൂടുതലും അങ്ങനല്ല. റോഡുകൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്രയും നല്ല റോഡ് ഞാൻ കണ്ടത് കേട്ടോ. പല പ്രാവശ്യം ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. കൊച്ചിലോട്ട് യാത്ര ചെയ്തിട്ട് ഇത്ര നല്ല റോഡ് ഞാൻ കണ്ടിട്ടില്ല പലയിടത്തും. ഒരുപാട് മിക്ക റോഡും നല്ലതാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലഡും കൊറോണയും എല്ലാം വന്നപ്പോൾ അത് മാനേജ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഇത്രയും പുരോഗമനം നടക്കുന്നുണ്ട്. ഭയങ്കര ക്രൈസിസ് സിറ്റുവേഷൻ. അതെല്ലാം കഴിഞ്ഞൊന്ന് ലെവലായി വരിക. അതിന് എനിക്കിഷ്ടപ്പെടുന്നത് ഈ പിണറായി വിജയൻ്റെ കർക്കശമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇടപെടൽ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഉണ്ടെന്നേ. ഇതങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഉമ്മൻചാണ്ടി കിടന്നുകൊണ്ട് നാട് നീളം നിരങ്ങിയ പോലെ അല്ല ഇത്. എല്ലാവരും വിചാരിക്കുന്നത് ഈ കണ്ണിപ്പൊടി ഇടുന്നവരെ ഇവിടെ ഉള്ളവർക്ക് വലിയ ഇഷ്ടമാണ്. ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഇപ്പോൾ കൊറോണ സമയത്ത് അയാൾക്കും കൊറോണ പിടിച്ചെന്നും പറഞ്ഞ് ആശുപത്രി കിടക്കുന്ന സീൻ കണ്ടു വന്നേനെ. കാരണം എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിച്ചെല്ലും, ഫ്ലഡിന് അവിടെ ചെന്ന് ഇറങ്ങി നിന്ന് നോക്കും, വെള്ളത്തിൽ കൂടെ നടക്കും, ഒരാളെങ്കിലും വലിച്ചു കയറ്റുന്ന സീൻ ഫോട്ടോ എടുത്ത് വെക്കും. ഇങ്ങനത്തെ ഡ്രാമ കാണിക്കുന്ന ആൾക്കാരാണ് ഈ ടൈപ്പ്. ഈ ഉമ്മൻചാണ്ടിയുടെ പോലത്തെ ആൾക്കാരുണ്ട്. എനിക്കവരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ മരിച്ചു കഴിഞ്ഞപ്പോൾ കവറിൻ്റെ അടുത്ത് വരെ പരാതിയായിട്ട് വരുന്ന വിഡ്ഢികളെ കണ്ടത്. വേറെ ഏതെങ്കിലും ഒരു ബോധമുള്ള മനുഷ്യൻ മരിച്ചാൽ ആരും അവിടെ വരത്തില്ല. അങ്ങനെ അവർ പഠിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവർ അവരെ ഫോളോ ചെയ്യത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. മരിച്ചു കഴിയുമ്പോൾ പരാതികളും അപേക്ഷകളും കൊണ്ട് കവറിൻ്റെ അവിടെ കൊണ്ട് വെക്കുക, മകൻ നിന്ന് അതിനേക്കാൾ വലിയ കോമഡി കാണിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അയ്യേന്ന് വെക്കാൻ തോന്നും. പക്ഷേ ഈ നാട്ടിലുള്ളവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അപ്പോൾ തീരെ ബുദ്ധിയും ബോധം ഇല്ലാത്തവർ നിമിഷ സഞ്ജയ് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ ഇഗ്നോർ ചെയ്ത് അവരവരുടെ കാര്യം നോക്കി പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇത് സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ.
അത് വലിയ കാര്യമാക്കരുത്. അതിനൊന്നും പ്രതികരിക്കേണ്ട ആവശ്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. അവർ ആവശ്യപ്പെടുന്നുണ്ടോ അങ്ങനെ വല്ലതും? നിമിഷ സഞ്ജയ് തന്നെ പറയുന്നതെന്നല്ല, എനിക്ക് സപ്പോർട്ട് ആവശ്യമില്ല. ഈ പൊട്ടന്മാരെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവന്മാർ വിഡ്ഢികളാണെന്ന് എനിക്കറിയാം. അവർക്ക് വേറൊരു മാർഗ്ഗമില്ല, അല്ലെങ്കിൽ അവർക്ക് വേറെ കാര്യം മനസ്സിലാകാത്തവരായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. സുരേഷ് ഗോപി ജയിക്കുമ്പോഴേ അറിയാം പ്രശ്നമുണ്ട്, അല്ലാതെ ചുമ്മാ അല്ല അത്. അതൊരു കുഴപ്പമാണ്. അതിപ്പോൾ ഈ വികാരത്തെ മുതലെടുത്തതോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്തതോ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നോക്കിയാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. എനിക്കൊരു താല്പര്യമില്ല നിങ്ങൾ ജയിക്കണമെന്നൊന്നും. കാരണം അതിനുള്ള ക്വാളിറ്റി ഒന്നും ഈ പറഞ്ഞ മനുഷ്യനില്ല. ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. വിവരമില്ലാത്തവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുമുണ്ട്, വെളിവില്ലാത്തവരുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ സുരേഷ് ഗോപിക്ക് ശരിയാണ്, കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, സംസാരിക്കുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന, അല്ലാതെ വേണ്ട ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു പദവിയിലിരുന്ന് ഒന്നും ചെയ്യാനുള്ള ഭയങ്കരമായ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനും ഇല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ പല മന്ത്രിമാർക്കും ഇല്ലാത്ത പോലെ തന്നെ ഉള്ളൂ അതും. പിന്നെ വെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ വെളിവുകേട് കാണിക്കുന്നുണ്ട്. ആ വെളിവുകേട് കാണിക്കുന്ന ഒത്തിരി ആൾക്കാർ വേറെയുണ്ട്. ഇവർ വ്യത്യാസമൊന്നുമില്ല ഇവരൊന്നും തമ്മിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യുമോ, കാണിക്കുമോ, ഒലത്തുമോ എന്ന് ചോദിച്ചാൽ എന്തൊലത്താൻ. ഇവിടെ അങ്ങനെ ഒലത്താനും വേണ്ടും വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അത്ര ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് പെൻഷനൊക്കെ ഡിലേ ആവുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ച് അറിഞ്ഞ് വന്ന് ഒരു റിപ്പോർട്ടുണ്ടാക്കി പറഞ്ഞൊന്നുമല്ല സുരേഷ് ഗോപി. അത് കൊള്ളാം. അങ്ങനെ വല്ല ധാരണ ഈ പറഞ്ഞ അവിടുത്തെ വോട്ടേഴ്സിനുണ്ടോ? ഈ വോട്ട് ചെയ്ത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചവർക്കറിയാവോ എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഡിലേ വന്നതെന്ന് കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ? ഈ അഖിൽമാരാർ വന്നിരുന്ന് പീഡന കഥ പറയുന്ന പോലല്ലേ സുരേഷ് ഗോപി ഓരോ സ്ഥലത്തിരുന്ന് ഓരോന്ന് പറഞ്ഞത്. അല്ല, അവിടെ ഒന്നും എനിക്കൊരാളെയും കണ്ടെത്താൻ പറ്റിയില്ല ഇതിൻ്റെ ഡിലേ വരാണ്ടായ കാരണം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഡിലേ വരാതിരിക്കാൻ എന്ത് കറക്റ്റീവ് മെഷറാണ് എടുക്കുന്നത്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ, ഇതാണ് അതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ, ഇനി മുതൽ ഇതൊരിക്കലും നടക്കത്തില്ല എന്ന് ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിൽ അങ്ങനെ സംഭവം നടക്കത്തില്ല. അങ്ങനെ പറയാനും വേണ്ടും ബോധമുള്ള ഒരുത്തം പോലും ഇല്ല. അങ്ങനെ ഇന്നേ വരെ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഇതോടെ തീരുവാണ്, ഇനി ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് തീർത്ത് പറയാൻ? അങ്ങനെ ആരും പറഞ്ഞില്ല. പോട്ടെ, ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡിയോ അങ്ങനെ വല്ലതും നടന്നത്, അങ്ങനെ വല്ലതും വന്ന് അവതരിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എല്ലാം ഈ മറ്റേ ഒരുമാതിരി കലക്കിയുള്ളൊരു പരിപാടി, മനസ്സിലായില്ലേ? ചുമ്മാ കലക്കി വളർത്തി മീൻ പിടിക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഇതുവരെ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാനുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിനുള്ള ചിന്താഗതിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പുരോഗമനം കണ്ടാൽ വേറെ രാജ്യങ്ങളിൽ പോയി കറങ്ങിയിട്ട് പോലും അത് മനസ്സിലാക്കാതെ തിരിച്ചു വന്നിട്ട് പോയ ആൾക്കാരാണ് ഇവരൊക്കെ. മനസ്സിലായി? ഇവർ സംസാരിക്കുന്ന കേട്ടാൽ അറിയാം, ഇവർ ഓരോന്ന് പറയുന്ന കേട്ടാൽ അറിയാം, ഇവർക്ക് ഇതിനെ പലതിനെപ്പറ്റിയും ധാരണകളില്ല, ഇവർക്ക് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പല കാര്യങ്ങളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ പലതും ഇങ്ങനെ ഇപ്പോൾ ഒരു രാജ്യത്ത് പോയിട്ട് തിരിച്ചു വന്നിപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയെ പൊക്കിയെടുത്തുകൊണ്ട് നടപ്പുണ്ട് ഇവിടെ കുറേ പേര്. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ലോകം കണ്ടവനാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അയാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോട് ചോദിക്കണം അയാൾ എങ്ങനെ ഉണ്ടെന്ന്. ലോകം കണ്ടവൻ്റെ പെരുമാറ്റമാണോ അയാളുടെ പെരുമാറ്റം? ഞാനത് വളരെ വൈകിയാണ് അറിഞ്ഞത്. ആദ്യം ഞാൻ ഓർത്ത് ഇയാൾ വല്ലതും അറിയുമോ, ഇനി പറയുന്നതിനകത്തൊക്കെ തള്ളുണ്ടെന്ന് കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇമ്മാതിരി നമ്പറാണ് മൊത്തം. അയാൾ എന്തോ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അയാൾ എന്തോ ചെയ്തതെന്ന്. അയാൾ എന്തോ കാണിച്ച് ഇത്ര വലിയ എന്തോ ഒരു ടൂർ പാക്കേജിൽ ബസ്സിൽ കയറിയിരുന്നോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നടന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്നാൽ അയാൾ ലോകം കണ്ട ആളാവത്തില്ല. ഒരു രാജ്യത്ത് കുറേ വർഷങ്ങൾ നിന്നാൽ പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. എല്ലാം ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല അവിടുത്തെ. എന്നിട്ടാണ് പറയുന്നത് ഇത് കണ്ട് കണ്ടിട്ട് പഠിച്ചു പോലും. എന്നിട്ട് എന്താ ചെയ്തത്? ഇതുവരെ എന്തെങ്കിലും ചെയ്തു? പുള്ളിയുടെ സാധനങ്ങൾ കാണിക്കുന്നതും അല്ലെങ്കിൽ പുള്ളിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതും അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സാധനം പോലും കാണിക്കാത്ത ആൾക്കാരെയൊക്കെ പൊക്കിയെടുത്ത് തലേ വെക്കുക, എന്നിട്ട് അയാളെ വിദ്യാഭ്യാസം വകുപ്പിൽ കണ്ട് കൊണാണ്ടറാക്കാൻ പോവുക. എന്ത് വിദ്യാഭ്യാസം? ലേബർ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറുടെ ക്വാളിറ്റിയുള്ള ഒരു തരം പുസ്തകം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അത് ഒരിക്കലും ആ ഒരു കറക്റ്റഡ് സിസ്റ്റത്തിനെ സോൾവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിന് കറക്റ്റ് ചെയ്യുന്നതായിട്ട് ഒരു സാധനമല്ല. അതിനിടയിൽ ഒരു ബിസിനസ്സാണ് പുള്ളി ചെയ്തേക്കുന്നത്, അല്ല അതൊരു കറക്ഷനല്ല. അങ്ങനെയുള്ള ഒരാളെ ഒന്നും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇങ്ങോട്ട് നോക്കി കുറ്റം പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെന്താ ഒരു കറക്റ്റ് മെഷർ പറയാത്തേ? അല്ല എന്തെങ്കിലും ചെയ്തോ? ഏതെങ്കിലും ഒരു സാധനം ചെറിയതെങ്കിലും കറക്റ്റ് ചെയ്തിട്ടുണ്ടോ കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനൊരു മാറ്റം ഇവിടെ കൊണ്ടുവന്നു. ആ മാറ്റം കൊണ്ടുവന്ന ആളുകളാണ്. ഇയാൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറേ മാറ്റങ്ങൾ ഇവിടെ വരുത്തി. ഈ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ബാങ്കിങ്ങിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികളിൽ അല്ലേ വേണ്ട ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരാളെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവിടെ ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഓരോ കുണച്ച വർത്താനം പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്ന ഒരാളെന്നുള്ളതല്ല. അതിന് അപ്പുറത്തോട്ടൊന്നും പോകുന്നില്ല. ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്തോ ചെയ്യാനോ? ഒന്നും ചെയ്യാനും ഇല്ല. എന്താ ലേബറിൻ്റെ എടുത്ത് കൊടുക്കുമോ എല്ലാവരുടെയും പഠിക്കാൻ? സിലബസൊക്കെ ഉണ്ടാക്കുന്നവർ വേറെ ആൾക്കാർ തന്നെ, അത് ഇവനൊന്നുമല്ല. സിലബസും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അതും ഒരു കറക്റ്റഡ് സിലബസിനകത്ത് ഇരുന്നുകൊണ്ട് അതിനകത്ത് പരീക്ഷ പാസ്സാക്കാനുള്ള ഒരു പുസ്തകം ഉണ്ടാക്കി വിടുന്നു എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
പിന്നെ ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ചെന്ന് ഇങ്ങനെ 10 ദിവസം പോയി 10 ഇടത്ത് നിൽക്കാൻ ആർക്ക് കാശുള്ളവർക്കൊക്കെ പറ്റുന്ന കാര്യമാണ്. അത് എന്തോ ഇത് ഇപ്പോൾ ടൂർ പാക്കേജ് എടുത്തിട്ട് പോകുന്നു, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഓരോ പല പല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വീഡിയോയിൽ പറഞ്ഞ് ഓരോ രാജ്യത്തെപ്പറ്റി ഓരോന്ന്, പിന്നെ ഓരോ കഥകൾ, അവിടുത്തെ അവനെ കണ്ട് ഇവനെ കണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്ന ഓരോ കഥകൾ. അല്ലാതെ വേറെ എന്തോ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ പോയി കണ്ടെത്തിയൊന്നും അല്ലല്ലോ, അമേരിക്ക കണ്ടുപിടിച്ച ആൾ ഇയാളൊന്നും അല്ലല്ലോ. ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെ വീഡിയോയിലൂടെ വീണ്ടും വന്ന് വേറെ എവിടെ നിന്നൊക്കെ വായിച്ചിട്ട് എഴുതി പിടിപ്പിച്ച ആൾക്കാരല്ല, അല്ലാതെ സ്വന്തമായിട്ടൊന്നും അല്ല പലതും നടന്നേക്കുന്നത്. ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളതാണ് എല്ലാവരും, മനസ്സിലായോ? അല്ല ഇയാളായിട്ട് മാത്രം ചെയ്ത് എന്തെങ്കിലും പ്രത്യേക സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സൗകര്യമൊന്നും പുള്ളിക്കില്ല, മനസ്സിലായില്ലേ? ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടൊന്നും ചെയ്യാനുള്ള ഒരു ഐറ്റം അല്ലത്. ഇപ്പം മറ്റേ എന്താ ഹിച്ച് ഹൈക്കിങ് നൊമാഡ് എന്ന് പറഞ്ഞൊരു പയ്യൻ പോയിട്ട് അവനെ BBC-യിലൊക്കെ കാണാൻ പറ്റി. അവനും ട്രാവൽ ചെയ്യുന്നവനാണ്. ഇയാളൊന്നും ഒരാളും വിളിച്ചിട്ടില്ല അങ്ങോട്ടൊന്നും, ആരും കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒരു പുതുമയില്ല, അതുകൊണ്ട് മനസ്സിലായോ? അങ്ങനെ വല്ല സംഭവം ചെയ്ത ആളാണെങ്കിൽ ഇവിടെ ഇരിക്കത്തില്ല. ഈ കേരളത്തിൽ അവിടെ ഇവിടുത്തെ മൈക്കും പിടിച്ചുകൊണ്ടിരുന്ന് തള്ളാറ്റായിരിക്കത്തില്ല അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാശ് മുടക്കിയിട്ട് അടുത്ത് ചന്ദ്രനിലോട്ടെങ്ങാണ്ട് അല്ല മാസിലോട്ടെങ്ങാണ്ട് വിടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോകും എന്ന് പറയുന്നു. അത് നടക്കാനൊന്നും പോകുന്നില്ല മിക്കവാറും. അവസാനമാകുമ്പോൾ ഇയാളെ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഇയാൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എല്ലാം നിങ്ങൾ നോക്കൂ. പിന്നെ ഇത് പറച്ചില്ല, ഇത് തള്ള. പിന്നെ അതിനകത്തൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന പോലെ 100 പേര് കൊടുത്ത് 1000 പേര് കൊടുത്ത് കാണാം, അതിനകത്ത് ഒരാളായിരിക്കും ചിലപ്പോൾ. അയാളെ എടുത്തുകൊണ്ട് പോകത്തില്ല. അല്ല നോക്കൂ, അത് പോകാൻ നേരത്തെ അവർ പറയും തൊപ്പി ഉണ്ടാകാൻ പറ്റത്തില്ലെന്ന് പറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനത്തെ ഓരോ ഗിമ്മിക്സ് ആണ്, മനസ്സിലായില്ല? ഇതൊക്കെ പലതും ഗിമ്മിക്സ് കാണുമ്പോൾ മനസ്സിലാവണം. പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി മറ്റേ ഇതാണ് ഊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഊട്ടിയിലെ ട്രെയിനിലും കയറി അവിടുത്തെ 4 ഡെസ്റ്റിനേഷനിൽ പോയി നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് കഥ പറഞ്ഞു. ഇവിടെ ഊട്ടിയിലെല്ലാവരും പോയി കാണും, പക്ഷേ ഇയാൾ പോയ പല സ്ഥലത്തും പോകാൻ പലർക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ നടന്ന് കാണത്തില്ല. പക്ഷേ ഇതിൽ കൂടുതൽ അന്നും ട്രാവൽ ചെയ്യുന്നവരുണ്ട്, മനസ്സിലായി? അവരാരും ഇത് ബിസിനസ് ആക്കിയില്ല എന്നതുകൊണ്ട് അയാൾ ആ ബിസിനസ് പാറ്റേൺ ആണ് കാണിക്കുന്നതെങ്കിൽ കൊള്ളാം. അയാൾ അതല്ല പറയുന്നത്. പക്ഷേ അയാൾ പറയേണ്ടത് അയാൾ ഇതെങ്ങനെ ബിസിനസ്സാക്കി അതിനെപ്പറ്റിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കൊള്ളാം. പക്ഷെ അത് മാത്രം പുള്ളി പറയുന്നില്ല. വേറൊരുത്തൻ രക്ഷപ്പെട്ട് പോരെന്നുള്ള ഉദ്ദേശമാണോ ആവോ? പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ട്. സുജിത് ഭക്തനെ പോലത്തവരൊക്കെ സുജിത് ഭക്തന് ഇങ്ങനെ പോകാറുണ്ട്. പക്ഷേ ആരും അങ്ങനെ വേറൊരു കൊള്ളാവുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഹിച്ച് ഹൈക്കിങ് നൊമാഡ് മാത്രമേ ഉള്ളൂ ഒരു വെറൈറ്റി ആയത് ഇവിടെ. അവൻ പോയതും കാണിച്ചതുമൊക്കെ വേറെ തന്നെയാണ് കേട്ടോ. അവനെ കൊള്ളാവൻ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പാർട്ണറായിട്ടുണ്ടാകുന്ന ആ കൊച്ചിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. എന്തോ ഒരു ആ പെങ്കൊച്ചും ട്രാവൽ ചെയ്യുന്ന വേറെ സ്ഥലത്തൂടെയൊക്കെ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഏതോ മുല കാണിച്ച സീനൊക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെ വെറൈറ്റിയാണ്. അത് വേറൊരു സാധനം. ആ കൊച്ചിനെ എനിക്ക് നേരിട്ട് കണ്ട് പരിചയമുണ്ട്. അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത അതിൻ്റെ പേര് പക്ഷേ ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. നല്ലൊരു കൊച്ചാണ് കേട്ടോ. ഭയങ്കര പാവം, നല്ലതായിട്ട് ഇടപെടാൻ അറിയാവുന്ന ഒരു, പിന്നെ ഭയങ്കര ലോകവിവരമൊന്നുമില്ല. ഈ സന്തോഷ് ജോർജ് കുളങ്ങര പല പുസ്തകങ്ങളിലും പല ഡോക്യുമെൻ്ററികളും എല്ലാം ആ രാജ്യത്തിൻ്റെ പല എന്താണ് പത്രങ്ങളുമൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനത്തെ കലക്കൊന്നും കലക്കാൻ അറിയത്തില്ല എന്നാൽ കൊച്ചിന്. ആ കൊച്ച് വളരെ നാച്ചുറലായിട്ട് തന്നെ സംഭവിച്ച് അതിനറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണ്. അല്ലാതെ ഇമാതിരി നമ്പറൊന്നുമല്ല. മനസ്സിലായോ നിങ്ങൾക്ക് എന്താ വ്യത്യാസമെന്ന്? അതായത് ഇപ്പോൾ എനിക്കാണെങ്കിലും ചില സ്ഥലങ്ങളിൽ പോയി നിന്നാൽ അതിനെപ്പറ്റി അവിടെ ഇരുന്ന് കിട്ടുന്നതും പോരാത്തതിന് അവിടുത്തെ പത്രങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ വാർത്തകളോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് അവിടെ പോയവരുടെ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ഈസിയാണ് യൂട്യൂബിലും അല്ലാതെ ഗൂഗിളിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. അവിടെയൊക്കെ ചെന്ന് ഞാൻ പറഞ്ഞ പോലെ പറയുമ്പോൾ മലയാളം മാത്രം അറിയാവുന്ന അതിനപ്പുറത്തോട്ടൊരു ലോകം കണ്ടിട്ടില്ലാത്ത മനുഷ്യരുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ഇയാൾ ഭയങ്കര മഹാൻ എന്ന് തോന്നിയതല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും തോന്നുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വേറെ പത്രത്തിൽ ഇത് വായിച്ചറിഞ്ഞാൽ ഇതൊന്നും അങ്ങനെയൊന്നും സംഭവിച്ച ആളൊന്നും അല്ല. നിങ്ങൾക്കിത് ഇതിൻ്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒന്നും മനസ്സിലാവുന്നില്ലെന്നുള്ളത് കൊണ്ട് മാത്രം പൊക്കിയെന്നേ ഉള്ളൂ ഇയാളേക്ക്. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന അത് പറഞ്ഞത് ശരിയായില്ല. എന്താണെങ്കിലും നിമിഷ സഞ്ജയ് ഇത് കെയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ പൊട്ടന്മാരങ്ങനെയുള്ളവന്മാരാണ്. പൊട്ടന്മാരുടെ ഒരു നേരം അവനെ കണ്ടുപിടിച്ച പോലത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ക്വാളിറ്റി ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന്മാരങ്ങനെയാണ്. അതിനകത്ത് എനിക്ക് മനസ്സിലായത് അവർ പറഞ്ഞത് നന്നായി, ഒരു രീതിയൊക്കെ കൊള്ളാം, നടി കൊള്ളാം അല്ലേ? ശരിയല്ലേ? അതിന് സുരേഷ് ഗോപിയുടെ മോനായതുകൊണ്ട് വന്നിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ഭയങ്കരമായ മറുപടി ചെയ്യുന്നു. എനിക്കറിയത്തില്ല. അവൻ പിന്നെ അങ്ങനെ വലിയ മോശമായിട്ടൊന്നും സംസാരിച്ചില്ല ഇവരെ പറ്റി. അവരവരുടെ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കാര്യം പറഞ്ഞെന്നൊക്കെ ചെറുക്കൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വലിയ സംഭവമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവൻ്റെ ആവശ്യമായിരിക്കും. പക്ഷേ നിമിഷ സഞ്ജയെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യവുമില്ല. ഇതിന് പ്രതികരിക്കുകയാണെങ്കിലും പ്രതികരിക്കാം, വെറുതെ രസത്തിന് പ്രതികരിക്കാം. ഈ പൊട്ടന്മാരെ വെറുതെ പ്രതികരിച്ച്
അവന്മാരെ ഇളക്കാമെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം മണ്ടന്മാരാ ഈ രാജാവിനെ ആ കോമാളി വേഷം കെട്ടി വന്നത് കണ്ടില്ലേ? ഇങ്ങനത്തെ കോമാളി വേഷമൊക്കെ കെട്ടി നടക്കുന്ന ആൾക്കാരെ കാണുമ്പോഴേ ഫാൻസി ഡ്രസ്സുകാരെയൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഫാൻസി ഡ്രസ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഗതികെട്ടവൻ്റെ പണിയാണ്. അത്രയും ഗതികേടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് വലിയ സംഭവമാക്കി തലയിൽ വെച്ചിട്ടുണ്ടല്ലോ, അയ്യോ അത് ഭയങ്കര ഗതികേട് തന്നെയാണ്. ഗതികേടെന്ന് പറയുന്നത് ഇതാ, ഒരാളുടെ ഗതികേടാണ് ഈ വേഷം കെട്ട്. വേഷം കെട്ട് പിന്നെ ഇതാ കണ്ടില്ലേ, ദൈവങ്ങളെയൊക്കെ വിളിച്ച് നന്ദി പറയുക, ആ ഏതോ അമ്മയെന്നൊക്കെ പറയുന്നത്, ആരാ ഇതൊക്കെ? ഇവരൊക്കെയാണ് ഇയാൾക്ക് വോട്ട് ചെയ്തത്? അല്ലല്ലോ. ആ വോട്ടേഴ്സ് എല്ലാം അവർക്കൂടെ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇല്ലായിരിക്കും, അങ്ങനൊന്നും അല്ല, എന്നാലും പറയുന്ന കേട്ടാലേ ഭയങ്കര രസമാണ്. ഇത്തിരി അന്ധവിശ്വാസികളായ മനുഷ്യരെയൊക്കെ പിടിച്ച് പാർലമെൻറ്റിലേക്കൊക്കെ വിടുന്ന രാജ്യം വേറെ ഇല്ല, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ മണ്ടത്തരം പറഞ്ഞു കിടന്ന പലയിടത്തും ഇവരെയൊക്കെ ഏത് ടൈപ്പ് സിറ്റിസണായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും അത്രേ ഉള്ളൂ ആൾ, മനസ്സിലായോ? വേറെ ഒരു രാജ്യത്തും ഒരു നാട്ടിലും പോയി പറയാൻ കൊള്ളാത്ത കാര്യം ഇവിടുത്തെ മണ്ടന്മാരെ പറ്റിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. ആ ഉപയോഗിച്ചതിനകത്ത് അവർക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഇമാതിരി മണ്ടത്തിലൊക്കെ പറഞ്ഞു നടക്കുന്നവർക്ക് വേറെ എവിടെയൊക്കെ സ്ഥാനമുണ്ടെന്നോ അല്ലെ വേറെ എവിടുത്തെ ആൾക്കാർ അവരെ റെസ്പെക്റ്റ് ചെയ്യുമെന്നോ എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഇട്ടാവട്ടം കേരളത്തിനകത്തും ഈ ഉടായ്പ് കാണിച്ച് നടക്കുന്നവരുടെ ഇടയിൽ വേറൊരാൾ, അത് മതവും ജാതിയൊക്കെ പറഞ്ഞ് നടക്കുന്നൊരു മനുഷ്യൻ രാജാവായി വന്നേക്കുക, ചെങ്കോലും കിരീടമൊക്കെ. അതുപോലത്തെ മണ്ടന്മാരുടെ രാജാവാണ് ഇവരൊക്കെ. അയ്യോ, അതിനെന്തിനാ നിമിഷ സഞ്ജയ് ചിലപ്പോൾ ഇതിനപ്പുറത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അറിയുകയും ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ ഇതിനെയൊക്കെ എതിർത്ത് സംസാരിക്കുന്നത്. അതിനാരുടെ അംഗീകാരമൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവന്മാർ കിടന്ന് തെറി വിളിക്കുകയോ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ പരിപാടി നടത്തിയാലോ അതും നമ്മൾ ഗവനിക്കേണ്ട ആവശ്യമേ ഇല്ല, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.